ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കോ റെഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കിടിലനായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇതും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് മുൻപും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാതും നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റാണ് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ 1/2 കപ്പ് മൈദയാണ്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത് 1/2 ടീസ്പൂണാണ്. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സീവ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായി മിക്സായിട്ട് കിട്ടണം. ഒന്നില്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നന്നായി മിക്സാക്കി കൊടുത്താൽ മതി. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം നമ്മൾ എടുക്കുന്നത്. എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കണം. നമ്മളെടുക്കുന്ന ബൗളിലോ അതുപോലെ ബീറ്ററിലോ ഒന്നും അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വരില്ല, നന്നായി പൊങ്ങി വരണം. ഇനി ഇതിലേക്ക് പൗഡർഡ് ഷുഗർ ഇട്ട് കൊടുക്കണം. പൗഡർഡ് ഷുഗർ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. നമ്മൾ 1/2 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/2 കപ്പ് തന്നെ പൗഡർഡ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ബീറ്റാക്കി എടുക്കുക. അല്പമായിട്ട് ആഡ് ചെയ്താൽ കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതാ കണ്ടില്ലേ, ഈ രീതിയിൽ വേണം നമുക്ക് എഗ്ഗ് ബീറ്റായിട്ട് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണിത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റാക്കി കൊടുക്കുക. സ്പീഡ് കൂട്ടി കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട താന്ന് പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. അത് 1/4 കപ്പ് പാലാണ്. അതും അല്പമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്പം നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. രണ്ടും കൂടി അല്പമായി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതേപോലെ വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. പിന്നെ ബീറ്റർ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് താന്നു പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ഹാർഡായിട്ടാവും വരിക, എഗ്ഗ് താന്നു പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാനിത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് ഗ്രീസാക്കി കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇത്. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് 200 ഡിഗ്രിയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്കാക്കി എടുക്കണം. 160 ഡിഗ്രിയിൽ വെച്ചിട്ട് ബേക്കാക്കി എടുത്താൽ മതിയാവും. അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിലും വെച്ചിട്ട് ബേക്കാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ബേക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിലേക്കുള്ള ബട്ടർ മിൽക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് പാല് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി 1 ടീസ്പൂണാണ്. ഇതും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. മൈദ 1/2 കപ്പ് മൈദയാണ്. കൊക്കോ പൗഡർ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂണ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുത്ത് വെക്കുക. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ച് യോജിപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം സീവ് ചെയ്തെടുത്താലും മതിയാവും.
ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. വാനില എസൻസ് 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായി ബീറ്റാക്കി എടുക്കണം. ഒരു മുട്ട മാത്രം ആയത് കാരണം കൊണ്ട് നമുക്ക് ഇത് ഒരുപാട് അങ്ങ് പൊങ്ങി വരത്തൊന്നുമില്ല, കുറച്ചൊന്ന് പൊങ്ങി വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. അതും അല്പമായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1/2 കപ്പ് പൗഡർ ഷുഗറാണ്. നമ്മൾ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിന് 1/2 കപ്പ് പൗഡർ ഷുഗറും കൂടി എടുക്കുക. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിലാണ്, 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റാക്കി എടുക്കാനായിട്ട്. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക്, അത് 1/4 കപ്പ് ഉണ്ടാവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അളവിൽ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കാം. പിന്നെ കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ സൂപ്പർ റെഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അതൊരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് റെഡിയാക്കി കിട്ടാനായിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളില്ലാണ്ട് നമുക്ക് കിട്ടും ഇത്. അങ്ങനെ ഇതും നല്ല രീതിയിൽ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കാം. കട്ടകളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിനുശേഷം നമുക്കിത് ബേക്കാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചൂടാറി വന്നതിന് ശേഷം ഈ ടിന്നിൽ തന്നെയാണ് ഞാൻ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററും ഒഴിച്ചു കൊടുക്കുന്നത്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ തന്നെയാണ്. അതിലേക്ക് നേരത്തെ വെച്ച് കൊടുത്ത പോലെ തന്നെ 15 മിനിറ്റ് വെച്ചിട്ട് ഒരു 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്കാക്കി എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്കാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ. വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. നല്ല തണവുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം. ഫ്രീസറിലൊന്നും വെച്ചിട്ടുള്ള ക്രീം ആവരുത്. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് നല്ല തണവുള്ള ക്രീം ആയിരിക്കണം. ഈ ബൗൾ കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വിപ്പായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ക്രീം. ഇനി ഇപ്പോൾ ഈ ടൈമിൽ നമ്മുടെ കേക്കൊക്കെ രണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. 2 കേക്കും ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ലെയറാക്കാം. ചോക്ലേറ്റ് സ്പോഞ്ച് 2 ലെയർ ആക്കിയിട്ടുണ്ട്. റെഡ് വെൽവെറ്റിൻ്റേത് ഞാൻ മുകളിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡെക്കറേഷനായിട്ടൊന്ന് എടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അല്പം ക്രീമാക്കി കൊടുക്കുക ഫസ്റ്റ് തന്നെ. അതിന് ശേഷം ബ്ലാക്ക് സ്പോഞ്ച് നമുക്ക് വെച്ച് കൊടുക്കാം ചോക്ലേറ്റിൻ്റെ. അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഈ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് വെറും ഷുഗർ സിറപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക ഫസ്റ്റ് ലെയറിൽ. പിന്നെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അത് റെഡ് വെൽവെറ്റ് സ്പോഞ്ചാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിലും ഈ രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം ക്രീമാക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മുടെ ബ്ലാക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിൽ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഇതിൻ്റെ മുകളിലും കൂടി നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. ബാക്കിയുള്ള ക്രീമും കൂടി ആക്കിയിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി നമ്മൾ ബീറ്റാക്കി വെച്ചിട്ടുള്ള ക്രീമിലേക്ക് അല്പം ചോക്ലേറ്റിൻ്റെ സിറപ്പ് കൂടി ആക്കിയിട്ട് അത് ചോക്ലേറ്റ് ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ആ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഫുൾ കവറിങ് ചെയ്യുന്നത് കേക്ക്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തേക്കാണ്.
ഈ ക്രം കോഡ് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം വേണം സെക്കൻഡായിട്ട് കോട്ടിങ് കൊടുക്കാനായിട്ട്. എങ്കിലാണ് ആ ബ്രെഡിൻ്റെ ആ സ്പോഞ്ചിൻ്റെ ക്രംസ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം സെക്കൻഡ് കോട്ടിങ് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ കോട്ടിങ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ലെവലാക്കി എടുക്കണം. എങ്കിലാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാനൊരുവിധം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്, ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കണം. അതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് 1 കപ്പാണ്, ബട്ടർ 1 ടേബിൾ സ്പൂൺ, പിന്നെ നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീം 3/4 കപ്പ്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചോക്ലേറ്റ് നന്നായി മെൽറ്റാക്കി എടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കേക്ക് നല്ല തണവ് ഉണ്ടായിരിക്കണം, എന്നിട്ട് മാത്രമാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ കേക്കിൻ്റെ മുകളിൽ നന്നായി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ബാക്കി ഡെക്കറേഷൻസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ റെഡ് വെൽവെറ്റിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രംസ് വെച്ചിട്ട് സൈഡിലൊക്കെ ആക്കി കൊടുത്തേക്കുക. പിന്നെ ഒരു ചെറിയ ബോർഡറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫാമിലിയിലൊന്ന് സപ്പോർട്ട് ആവണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.